വെൽക്കം എവ്രി വൺ. നമ്മുടെ റെവലേഷൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ വെളിപാടിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നു. ഇന്ന് നമ്മളതിൻ്റെ 10-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ വെളിപാട് നോക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപാടാണ്. അത് തൻ്റെ ദൂതൻ മുഖാന്തരം പിതാവ് യേശു ക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുത്തത് യേശു ക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം തൻ്റെ ദാസനായ യോഹന്നാന് കാണിച്ചു കൊടുത്തതാണ്. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് അവിടെ ആയിരുന്നപ്പോൾ കണ്ടതാണ്. ഈ വെളിപാടിലെ എല്ലാ ഭാഗവും അവിടെ ഇരുന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുഖവര തന്നെ ഈ വെളിപാടിൻ്റെ മുഖവര തന്നെ അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെളിപാടിൽ തന്നെ ആദ്യമേ പറയുന്നുണ്ടല്ലേ. അത് വേറെ മറ്റ് പുസ്തകങ്ങൾ നമ്മൾ കാണാത്തൊരു കാര്യം കൂടിയാണ്. അതായത് അതിൻ്റെ കണ്ടൻസ് എന്താണെന്നുള്ളത് വെളിപാട് തന്നെ പറയുന്നുണ്ട്. അത് യോഹന്നാനോട് പറയുന്നുണ്ട്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനുള്ളതും. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനായിട്ടുള്ളതും. അപ്പം കണ്ടതും പത്മോസ് ദ്വീപിൽ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ദർശനം ഉണ്ടാവുന്നുണ്ട് അല്ലേ. 7 വിളക്കിന് നടുവിൽ നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുകയും വചനത്തെ കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 7 സഭകളെക്കുറിച്ചായിരുന്നു. 7 സഭകൾക്ക് ശേഷം ഇനി സംഭവിക്കാനുള്ളത്, നമ്മൾ സംഭവിക്കാനുള്ളത് എന്ന ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് 10-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കുറച്ച് ആഴത്തിൽ നമ്മൾ പോയി. അത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം, ധ്യാനിക്കണം. കാരണം ഡാനിയൽ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വാക്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം നന്നായി മനസ്സിലാകുന്നു അത്രത്തോളം നന്നായി വെളിപാടും മനസ്സിലാകും. അതായത് വെളിപാട് മനസ്സിലാക്കുവാനുള്ള ഒരു താക്കോലാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് ഡാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം എൻ്റെ 24 മുതൽ 27 വരെയുള്ള കാര്യങ്ങൾ. അത് എത്രത്തോളം നമുക്ക് നിശ്ചയമുണ്ടോ നമുക്ക് വെളിപാട് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും വെളിപാട് വളരെ പ്രയാസകരമായൊരു ബുക്കായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രയാസകരമായ ബുക്ക് തന്നെയാണ്. പക്ഷേ ഇത് എഴുതിയത് 7 സഭകളിലുള്ള സാധാരണ വിശ്വാസികളോടാണ് എന്ന് ഓർത്തോളണം. അതായത് നമുക്ക് വേണ്ട ഏക ക്വാളിഫിക്കേഷൻ, ഇത് മനസ്സിലാക്കുവാനും ഇത് പഠിക്കാനുള്ള ഏക ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് നമുക്കിത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കുവാൻ കഴിയും, ഇത് മനസ്സിലാക്കുവാൻ കഴിയും, ഇത് ഗ്രഹിക്കുവാൻ കഴിയും. അപ്പം നമുക്കിന്ന് നമ്മൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് 7 മുദ്രകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കാഹളങ്ങളിലെത്തി. അതിൻ്റെ 6 കാഹളങ്ങൾ നമ്മൾ കഴിഞ്ഞു. നമുക്കറിയാം ഒരു പാറ്റേൺ നമ്മൾ കണ്ടു തുടങ്ങിയല്ലേ. അതായത് 6 ഈ മുദ്രകളായാലും കാഹളങ്ങളായാലും കലശങ്ങളായാലും 6 വരെ എത്തിയിട്ട് പിന്നെ ഒരു ഇൻ്റർവൽ, ഒരു ബ്രേക്ക് ഉണ്ട്. അതിന് ശേഷമാണ് 7ാമത്തത് വരുന്നത്. അത് നമ്മുടെ മുദ്രകളിൽ കണ്ടു. അത് നമ്മൾ പിന്നീട് കാഹളത്തിലേക്ക് വന്നപ്പോഴും നമ്മൾ കണ്ടു. 6 നമ്മൾ അടുപ്പിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ വെളിപാടിൻ്റെ 8ലേക്ക് വന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗത്തിലേക്കും അതിൻ്റെ 7ാമത്തെ കാഹളത്തിലേക്ക് വരും. 7ാമത്തെ കാഹളം തുടങ്ങുമ്പോൾ നമുക്കറിയാം അത് കലശങ്ങളുടെ തുടക്കമാവും. അതായത് കാഹളങ്ങൾ അവസാനിക്കുമ്പോൾ കലശങ്ങൾ തുടങ്ങുകയാണ്. മുദ്രകൾ അവസാനിച്ചപ്പോൾ മുദ്രകൾ ഓരോന്നും തുറന്നപ്പോൾ അവസാനത്തെ മുദ്ര തുറന്നപ്പോൾ അത് തുടക്കം വെച്ചത് കാഹളത്തിനായിരുന്നു. 7ാമത്തെ കാഹളം മുതി കഴിയുമ്പോൾ അത് തുടക്കം വെക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധ കലശങ്ങളെയാണ്. നമ്മൾ പിന്നെ വെളിപാടിൻ്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഒരു നക്ഷത്രം വന്ന് വീഴുന്നതിനെക്കുറിച്ച് പഠിച്ചു, വെട്ടുകളെക്കുറിച്ച് പഠിച്ചു, 4 ഏഞ്ചൽസിനെ ദൂതന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈജിപ്തിലുണ്ടായിരുന്ന പല പ്ലേഗ്സും അതും വെളിപാടിൽ വീണ്ടും വരുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 10 വരെ ഉള്ളത് നമുക്കൊന്ന് വായിക്കാം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ.
അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വച്ചു. സിംഹം അലറുന്നത് പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടിമുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലം ഉണ്ടാവുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി ഭക്ഷിക്കുക, അത് നിന്റെ വയറിനെ കയ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. മതി, നമുക്ക് കയ്യിൽ നിന്ന് മതി. അപ്പം നമ്മൾ ഇവിടെ ആക്ച്വലി ഈ ഒരു അധ്യായത്തിൽ നമ്മൾ വളരെ എവിഡൻ്റായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബലവാനായ ഒരു ദൂതനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ബലവാനായ ദൂതനെക്കുറിച്ച് സാധാരണ ദൂതന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ ഏഞ്ചൽസിനെ കുറിച്ച് അധികം വിശേഷിപ്പിക്കാറില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, സെറാഫിമിനെ കുറിച്ച് പറയുന്നുണ്ട്, കെരൂബുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മറ്റ് ഏഞ്ചൽസിനെ കുറിച്ച് പറയുമ്പോൾ അധികം ഒരു വിവരണം ഉണ്ടാകത്തില്ല. ഇതിൽ വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് മേഘം ഉടുത്താണ് വരുന്നത്, അല്ലേ? അപ്പം അതായത് ഈ ഒരു ബലവാനായ ഒരു ദൂതനാണ് ഒന്ന്. ഇറ്റ്സ് എ മൈറ്റി, ഇംഗ്ലീഷിൽ മൈറ്റി ഏഞ്ചൽ. അപ്പോൾ സാധാരണ ഒരു ഏഞ്ചലല്ല, ഒരു ഹയറാക്കിയിൽ ഇച്ചിരി ഹയറപ്പ് ആയിട്ടുള്ള ഒരു ഏഞ്ചലാണ്, ഒരു മൈറ്റി ഏഞ്ചലാണ്. അത് എവിടെ നിന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് കണ്ടത്. 2, മേഘം ഉടുത്താണ് വരുന്നത്. തലയിൽ ഒരു ആകാശ വില്ലുണ്ട്. മുഖം സൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ട്. കാല് തീതൂണ് പോലെയുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരു മേഘം ഉടുത്തുകൊണ്ട്, ഒരു മേഘത്തിൻ്റെ ഒരു കവറിങ്ങിലാണ് വരുന്നത്. തലയിൽ ഒരു മഴവില്ലുണ്ട്. മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നു. കാലുകൾ തീച്ചൂള പോലെ, അല്ലേ, ഒരു തീത്തൂണ് പോലെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, അത്യുച്ചത്തിൽ ആർക്കുമ്പോൾ സിംഹത്തെ പോലെയാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഇത് വായിച്ചിട്ട് പല തിയോളജിയൻസും സ്കോളേഴ്സും പറയുന്നത് ഇത് യേശു ക്രിസ്തു ആണ് എന്നുള്ളതാണ്. ഇത് യേശു ക്രിസ്തു ആണ് എന്ന് പറയാൻ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്കത് നോക്കാം, യേശുക്രിസ്തു ആണെന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അവർ യേശുക്രിസ്തു ആയിരിക്കാം എന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ദൈവത്തിൻ്റെ ജനത്തിലോട്ട് വന്നത് മേഘങ്ങളിലൂടെയാണ്. നമുക്ക് 2-3 വാക്യങ്ങൾ വേണേൽ വായിക്കാം. വെളിപാടിൻ്റെ 1:7. അതായത് ഞാൻ വേറെ കുറച്ച് റെഫറൻസസ് പറയാം. ഒത്തിരിയേറെ റെഫറൻസസ് ഉണ്ട്, പക്ഷെ അതെല്ലാം വായിക്കുവാൻ സമയമില്ല. നമ്മുടെ സ്ക്രീനിൽ അതിൽ കുറേ റെഫറൻസസ് ഉണ്ട്, പക്ഷെ നമ്മൾ വായിക്കുന്നത് ഇന്ന് വെളിപാടിലെ റെഫറൻസ് മാത്രമെന്ന് കരുതിക്കൊള്ളുക. വെളിപാടിൻ്റെ 1:7 ഒന്ന് വായിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. അപ്പം ഇതാ മേഘാരൂഢനായി വരുന്നു. അത് പുതിയൊരു കാര്യമല്ല. കാരണം നമ്മളെ പുറപ്പാടിലാണെങ്കിലും സങ്കീർത്തനങ്ങളിലാണെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിലാണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ മേഘങ്ങൾ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മേഘങ്ങളുടെ ഒരു മറവും മേഘങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അത് ഈ ദൂതൻ വരുന്നത് പോലെ തന്നെയാണ് ദൈവം ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇത് ക്രിസ്തു ആണെന്നുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആകാശവില്ല്, റെയിൻബോയെ കുറിച്ച് പറയുന്നുണ്ട്. അതും വെളിപാടിൽ പറയുന്നുണ്ട്. വേറെ റെഫറൻസസ് ഉണ്ട്, നമ്മളിന്ന് വെളിപാടിനെ മാത്രം നോക്കുന്നു. വെളിപാടിൻ്റെ 4:3. വെളിപാടിൻ്റെ 4-ാം അധ്യായം 3-ാം വാക്യം. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ.
സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു മഴവില്ല്. അപ്പോൾ ഒരു മഴവില്ല് അവിടെയും പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ത്രോണ് സിംഹാസനത്തിന് ചുറ്റും ഒരു മഴവില്ല് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൂതൻ്റെ തലയിലും ഒരു മേഘം, തലയുടെ മേലെ ഒരു ആകാശവില്ല് കാണുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടാമത്തെ കാരണം അവർ പറയുന്നത് ഇതായിരിക്കാം, യേശുക്രിസ്തു ആയിരിക്കാം. പിന്നെ 3 മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറയും. അതും വെളിപാടിലുണ്ട്. വെളിപാട് 1:16. അവന്റെ വലങ്കയിൽ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുടെ 20 തലയുള്ള വാൾ പുറപ്പെട്ടിരുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അപ്പൊ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അപ്പൊ ഇവിടെയും ഈ ദൂതന്റെ മുഖവും സൂര്യനെ പോലെ ആയിരുന്നു പറയുന്നു. പിന്നെ കാലുകളുടെ കാര്യം പറയുന്നുണ്ട്. കാലുകളും വെളിപാട് 1:15. കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അപ്പോൾ ഇവിടെ കാല് തീത്തൂണ് പോലെയും. അപ്പം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ സിംഹത്തെ പോലെ അലറുക, അല്ലെങ്കിൽ ആർത്തു എന്നാണ് പറയുന്നത്. അത്യുച്ചത്തിൽ ആർത്തപ്പോഴാണ് ആ 7 ഇടിയും നാദവും മുഴകിയത്. അപ്പം സിംഹം അലറും പോലെ. അപ്പോൾ ഇത് നമുക്ക് അറിയാം, ദ ലയൺ ഓഫ് ജൂഡ. ദൈവം നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ ലയൺ ഓഫ് ജൂഡ എന്ന് തന്നെയാണ് പറയുന്നത്. വെളിപാടിൻ്റെ 5:5 ഒന്ന് വായിക്കാം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രകളും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യഹൂദ ഗോത്രത്തിലെ സിംഹം. പിന്നെ പലപ്പോഴും യേശുക്രിസ്തു പഴയ നിയമത്തില് ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ദൂതനായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? അത് നമുക്കറിയാം. പുറപ്പാടിൻ്റെ 3:2, അങ്ങനത്തെ 3:2, ജഡ്ജസ് 2:4, അങ്ങനത്തെ കുറേ റെഫറൻസസ് ഉണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അത് വായിക്കാം. നമുക്കറിയാം അത് ദൈവത്തിൻ്റെ ദൂതനെ പോലെ ദൈവം യേശുക്രിസ്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ പല സ്കോളേഴ്സും പറയുന്നത്, അല്ലെങ്കിൽ തിയോളജിയൻസ് പറയുന്നത്, ഈ ബലവാനായ ദൂതൻ യേശുക്രിസ്തു ആകാം. പക്ഷെ നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഇത് യേശുക്രിസ്തു ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് യോഹന്നാൻ പറയുന്ന പോലെ മറ്റൊരു ദൂതൻ തന്നെയാണ്. പക്ഷേ ഒരു ബലവാനായ ദൂതനാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്നതും ആ അധികാരം ലഭിച്ച ഒരു ദൂതനാണ്, ഒരു സാധാരണ ദൂതനേ അല്ല. This angel is mighty. He has the authority of the throne of God. അതുകൊണ്ട് അതേ സ്വഭാവ ഗുണങ്ങൾ ഉള്ള ഒരു ദൂതൻ തന്നെയാണ്, ഒരു സ്പെഷ്യൽ കാറ്റഗറി ദൂതൻ തന്നെയാണ്. പക്ഷേ അത് യേശുക്രിസ്തു ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു വലിയൊരു ഭാഗം അതിൻ്റെ 7-ാം വാക്യമാണ്. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അപ്പം ഇത് യേശുക്രിസ്തു ആയിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ദൈവത്തിൻ്റെ, അതായത് തന്നെക്കാൾ മേലെയുള്ള ഒരാളുടെ പേരിലാണ് എപ്പോഴും സത്യം ചെയ്യേണ്ടത്. നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്നില്ല, നമ്മളെക്കാൾ മേലെയുള്ള ഒരാളുടെ മേലിലാണ് എപ്പോഴും സത്യം ചെയ്യുന്നത്. ദൈവം എപ്പോഴൊക്കെ സത്യം ചെയ്യുന്നു അത് തൻ്റെ നാമത്തിൽ തന്നെയാണ് സത്യം ചെയ്യുന്നത്. കാരണം തനിക്ക് മേലെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്. ഈ ദൂതൻ പറയുന്നതല്ല. ഈ ദൂതൻ തനിക്ക് മേലെയുള്ള ഭൂമിയിലും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് മറ്റൊരു ദൂതൻ തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അധികാരം ലഭിച്ച, ദൈവത്തിൻ്റെ കുറേ സ്വഭാവ ഗുണങ്ങൾ ഉള്ള ഒരു ദൈവദൂതൻ തന്നെ, വളരെ പവർഫുള്ളായിട്ട് ഒരു ദൂതൻ തന്നെയാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട് ഡാനിയലിൻ്റെ പുസ്തകത്തിലും പല ഏഞ്ചൽസ് അല്ലേ. നമ്മൾ മൈക്കിളിനെ കുറിച്ച്, മൈക്കിൾ ഒരു ആർക്ക് ഏഞ്ചലാണ്, ഗബ്രിയേൽ ഒരു മെസ്സഞ്ചർ ആയിരുന്നു. അവർ ദൈവത്തിന് വേണ്ടി മൈക്കിളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആക്ച്വലി ദൈവത്തിൻ്റെ അനേകം യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു ഏഞ്ചലാണ് മൈക്കിൾ. നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് തന്നെ എണ്ണമില്ല, പക്ഷെ ബൈബിളിൽ പറയുന്നുണ്ട് ദാറ്റ് ഹി ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ മെനി വാർസ്. അപ്പോൾ പല യുദ്ധങ്ങളും മൈക്കിൾ എന്ന ദൂതൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതൊരു വളരെ മൈറ്റി ഏഞ്ചലാണ്. പക്ഷേ ഇതൊരു യേശുക്രിസ്തുവാണെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു മറ്റൊരു ദൂതൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി ചെയ്യുക. എന്നിട്ട് അതല്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ
ലെറ്റ് മീ നോ, എന്താണ് നിങ്ങളുടെ ചിന്തകൾ എന്നുള്ള എന്നെ അറിയിക്കുക. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇസ് അനദർ റേഞ്ച്. യോഹന്നാൻ പറയുന്ന പോലെ. കാരണം യോഹന്നാൻ ഓൾറെഡി യേശുക്രിസ്തുവിനെ കണ്ടു അല്ലേ, വെളിപാടിൻ്റെ 1-ാം അധ്യായം. അതായിരുന്നുവെങ്കിൽ അത് ഉടനെ അത് തന്നെ പറഞ്ഞേനെ. അതല്ല ഇവിടെ പറയുന്നത്. ബലവാനായി മറ്റൊരു ദൂതൻ എന്ന് തന്നെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ യോഹന്നാൻ അങ്ങനെ എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തൻ്റെ ദൈവമായ സൃഷ്ടാവിനെ കണ്ടു എന്ന് തന്നെ പറഞ്ഞേനെ. അപ്പോൾ അതങ്ങനെയല്ല അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെളിപാടിൽ എല്ലാം തുറക്കുകയാണ്, ഒന്നും അടയ്ക്കുന്നില്ല. എവറിത്തിങ് ഇസ് ബീങ് ഓപ്പൺ. പക്ഷെ ഇവിടെ ഒരേ ഒരു കാര്യമുള്ളൂ, വെളിപാടിൽ മറച്ചു വെക്കുന്ന ഒരേ ഒരു കാര്യം. ഇവിടുത്തെ ഈ 7 തണ്ടേഴ്സ്, മലയാളത്തിൽ എങ്ങനെയാത്? 7 ഇടിയും നാദം. 7 ഇടിയും നാദം. അതിലെന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അത് എഴുതാൻ തുടങ്ങിയപ്പോൾ യോഹന്നാനോട് പറയേണ്ടത് അത് എഴുതണ്ടെന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഓൺലി സീൽഡ് തിങ്. ബാക്കി എല്ലാം അൺസീൽഡ് ചെയ്യുന്ന, എല്ലാം തുറക്കപ്പെട്ട ഒരു പുസ്തകമാണ്. മറച്ചു വെച്ചിരിക്കുന്ന എല്ലാം തുറക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട്. പക്ഷെ വെളിപാടിൽ മറച്ചു വെക്കുന്ന ഏക കാര്യം ഈ 7 ഇടിമുഴക്കങ്ങളാണ്. അപ്പോൾ ഒരു നാൾ ഇതും കൂടെ കഴിയുമ്പോഴാണ് ദൈവവചനം എനിക്കൊന്ന് പൂർണ്ണമാകാൻ പോകുന്നത്. കാരണം ഇതൊഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ദൈവവചനം നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നും ഈ 7 ഇടിമുഴക്കം എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. ഒരു നാൾ നമുക്കത് ദൈവം കാണിച്ചു തരുമായിരിക്കും. അതിൻ്റെ സമയമാകുമ്പോൾ നമുക്കത് മനസ്സിലാകുമായിരിക്കും. പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഈ 7 ഇടിനാദങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. യോഹന്നാനോട് പറഞ്ഞ് ഈ ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം ഇത് ഒരു തുറന്ന പുസ്തകമാണ്. അത് തന്നെ ആ തുറന്ന പുസ്തകം വാങ്ങാനാണ് പറയുന്നത്. അത് വാങ്ങിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് പറയുന്നത്. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അത് തിന്നാൻ പറയുന്നു. നമ്മളോട് ഒരു ചെറുപുസ്തകം വാങ്ങി തിന്നാൻ പറഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റുമോ? പക്ഷെ ഇവിടെ യോഹന്നാന് യാതൊരു ഹെസിറ്റേഷനും ഇല്ല. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചു പോയി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിറ്ററായി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൽ യാതൊരു അതിശയം യോഹന്നാന് തോന്നിയില്ല. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിച്ചതായിട്ട്? നമുക്കതൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവവചനത്തിനെ അപ്പം അല്ലേ, ഇത് ബ്രെഡ് ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലേ ഒരു അപ്പം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കും അല്ലേ. മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ മൗത്ത് ഓഫ് ദ ലോർഡ്. അത് ബ്രെഡിനോട് ഉപമിച്ചിരിക്കുന്നു. 1 പത്രോസ് 2:2 എന്താ പറയുന്ന, മായമില്ലാത്ത പാല് പോലെയാണ്, വചനം പാല് പോലെയാണ് എന്നാണ് പറയുന്നത്. മായമില്ലാത്ത പാൽ അല്ലേ. 1 കൊരിന്ത്യർ 3:1-2 പറയുന്നത് ദൈവവചനം കട്ടിയായിട്ടുള്ള ആഹാരം, ഇറ്റ്സ് എ മീറ്റ് അല്ലേ, അതായിട്ട് പറയുന്നുണ്ട്. പിന്നെ സങ്കീർത്തനങ്ങൾ 119-103-ാം വേഴ്സിൽ പറയുന്നത് എന്തുവാ? വചനം തേൻ പോലെയാണ്. അപ്പം ദൈവവചനം ആഹാരത്തോട് ഉപമിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിത് ഏതൊക്കെയാണ് കഴിക്കുന്നത്? Man shall not live by bread alone, but every word that proceeds of the mouth of the Lord. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അതായത് ദിവസവും കഴിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ദൈവവചനം. നമ്മൾ ദിവസവും അപ്പം കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബ്രെഡ് കഴിക്കുന്നത് പോലെ ദൈവവചനം കഴിക്കുന്നുണ്ടോ? നമ്മൾ ദൈവവചനം ഇപ്പോഴും പാല് പോലെയാണോ കുടിക്കുന്നത്, അതോ ദൈവവചനം കട്ടിയുള്ള ആഹാരം പോലെ നമ്മൾ കഴിച്ചു തുടങ്ങിയോ? പലയിടത്തും പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് കട്ടിയ ആഹാരം തരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പാലാണ് തരുന്നത്, കാരണം നിങ്ങൾ അതുവരെ എത്തിയിട്ടില്ല, നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാകും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പാലാണ് തരുന്നത്. നിങ്ങൾ എന്ന് മെച്യൂരിറ്റിയിലേക്ക് വരും എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് നമ്മൾ കഴിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ദിവസവും ദൈവവചനം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവവചനം പാല് പോലെയാണോ? ദൈവവചനം കട്ടിയായ ആഹാരം പോലെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നുണയുന്ന ഒരു തേൻ പോലെയാണോ? എന്നാൽ നമ്മളിപ്പോൾ വായിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് പുസ്തകം തിന്നുന്നൊരു കാര്യം, അത് നമുക്കൊന്ന് വായിക്കാം. അത് 2 പ്രവാചകന്മാർ അത് ചെയ്യുന്നുണ്ട് അല്ലേ. എസെക്കിയേലിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 3-ാം അധ്യായം 4-ാം വാക്യം വരെ. എസെക്കിയേൽ ചാപ്റ്റർ 2 വേഴ്സസ് 9 ഓൺവേഴ്സ്, അതിൻ്റെ 3 മുതൽ 4 വരെ. 3-ാം അധ്യായം 4-ാം വാക്യം വരെ.
ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്ങനെ നീട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ ഒരു പുസ്തക ചുരുൾ ഉണ്ടായിരുന്നു. അവൻ അത് എന്റെ മുൻപിൽ നിവർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടതയും അതിൽ എഴുതിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് ഭക്ഷിക്കുക. ഈ ചുരുൾ ഭക്ഷിച്ച ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് ചെന്ന് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ വായി തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ ഭക്ഷിച്ച് നിന്റെ ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാനത് ഭക്ഷിച്ചു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങൾ അവരോട് പ്രസ്താവിക്കുക. അപ്പൊ ഈ പ്രവാചകനായ എസെക്കിയേലിന് ദൈവം പറയുന്നത്, മനുഷ്യപുത്ര, അവൻ അതായത് തൻ്റെ ജനത്തിനോട് പോയി സംസാരിക്കാൻ വേണ്ടി ഒരു കാര്യം കഴിക്കണമെന്നാണ് പറയുന്നത്. ഒരു പുസ്തക ചുരുൾ കഴിക്കാനാണ് പറയുന്നത്, അല്ലേ? ആ പുസ്തക ചുരുൾ കഴിച്ചു തുടങ്ങിയപ്പോൾ അത് വായിൽ മധുരിക്കുന്ന പോലെ, തേൻ പോലെ തോന്നി. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറിൽ ഒരു ബിറ്ററായി തോന്നി, അല്ലേ? കാരണം അത് ചില പ്രയാസമുള്ള കാര്യങ്ങളാണ് എസെക്കിയേൽ വിളിച്ച് പറയാൻ പോകുന്നതും, അല്ലേ? അത് കുറച്ച് ആ ദൈവജനത്തിനോട് പറയുന്ന പല ജഡ്ജ്മെൻറ്റ്സും അതിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എസെക്കിയേലിന് അതങ്ങനെ തോന്നിയത്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇത് മുമ്പ് നടന്നിട്ടുണ്ട്, അല്ലേ? യോഹന്നാന് തീർച്ചയായിട്ടും അറിയാം ഈ പുസ്തക ചുരുളുകൾ കഴിക്കുന്നത് എന്താണ്. കാരണം എസെക്കിയേലിനെ പ്രവചിക്കണമെങ്കിൽ ഈ പുസ്തക ചുരുൾ കഴിച്ചേ മതിയാവും. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ, യെരമ്യാവിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ഞാൻ നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നമുക്ക് നിരാശ തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ ദൈവവചനം ചെന്ന് ഈ യെരമ്യാവ് കണ്ടുപിടിച്ചതുപോലെ നമുക്ക് സന്തോഷം തരുന്ന ജീവനുള്ള വചനം നമ്മൾ കണ്ടെത്താറുണ്ടോ? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി എന്ന് പറയുന്നത്, അല്ലേ? വചനത്തെ, അതായത് ദൈവവചനത്തിൽ പോയി തപ്പി കണ്ടെത്തി, അല്ലേ? അതായത് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. വീണ്ടും ദൈവവചനം കഴിക്കുന്ന ഒരു ഭാഗം പറയുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവവചനം ഭക്ഷിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രവാചകൻ അത് കണ്ടെത്തി, യെരമ്യാവിനെ കണ്ടെത്തിയിട്ട്, യെരമ്യാവ് ആ വചനങ്ങളെ കണ്ടെത്തിയിട്ട് അത് തൻ്റെ ഹൃദയത്തിന്, ഇറ്റ് ബിക്കംസ് എ ഡിലൈറ്റ്, എ വേർഡ്സ് ഓഫ് ജോയ്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളും ഈ ദൈവവചനത്തിൽ ചെന്ന് ഇതുപോലെ യെരമ്യാവ് കണ്ടുപിടിച്ചതുപോലെ ദൈവവചനം കണ്ടുപിടിച്ച് അത് ഭക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും. അത് നമ്മളെ ശക്തിപ്പെടുത്തും. അതിനുള്ള പവർ ദൈവവചനത്തിനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം, ഇത് യേശുക്രിസ്തുവിൻ്റെ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതാണ് എന്റെ ആഹാരം. യേശുക്രിസ്തുവിൻ്റെ ആഹാരം തന്നെ അയച്ച വ്യക്തിയുടെ ഹിതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ആഹാരം നമ്മൾ തേടിയിട്ടുണ്ടോ? നമ്മൾ ദിവസവും നമുക്ക് വേണ്ടുള്ള പൊറോട്ടയും ബീഫും മാത്രമേ ചോദിക്കാറുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ചോദിക്കാറില്ല. അത് കഴിച്ചോ എന്ന് നമ്മൾ നോക്കാറില്ല. അത് കഴിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം യെരമ്യാവ് അത് തിരഞ്ഞെടുത്ത് അത് ചെകഞ്ഞ് അത് പോയി എടുത്ത് ഭക്ഷിച്ചത്. കാരണം ഭക്ഷിക്കുന്ന എന്തിനാ? ആ ഹിതം ചെയ്യുവാൻ വേണ്ടി. തൻ്റെ ജനത്തിനോട് എന്താണ് പറയേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്ന് യെരമ്യാവ് അവിടെ ചെന്നത് കഴിക്കുമ്പോൾ തൻ്റെ ജനത്തിനോട് പറയുവാനുള്ളത് മാത്രമല്ല കിട്ടുന്നത്, തൻ്റെ ഹൃദയത്തിന് വേണ്ട സകലതും ആ വചനത്തിൽ ലഭിക്കുകയാണ്. യെരമ്യാവിന് അത് മുന്നോട്ട് ചെയ്യണമെങ്കിൽ ഈ വചനം ഭക്ഷിച്ചേ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെയും യോഹന്നാന് ഇത് കഴിക്കുമ്പോൾ എന്താണ് അടുത്ത് വരാൻ പോകുന്നത്?
യോഹന്നാനോട് ചിലരോട് പോയി പ്രവചിക്കാൻ പറയാൻ പോവുകയാണ്. അത് നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്തുവാ? എസെക്കിയേലിനെ കഴിപ്പിച്ചത് എന്താ? തൻ്റെ ജനത്തിനോട് പ്രവചിക്കുവാൻ. യെരമ്യാവ് ദൈവവചനം കഴിക്കുന്ന എന്തിനാ? തൻ്റെ ജനത്തിനോട് പ്രവചിക്കുവാൻ. യേശു ക്രിസ്തു ആ വചനം കഴിക്കുന്ന എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പിതാവിന് ഹിതം ചെയ്യുന്നത് എന്തിനാണ്? അത് ആ ദൈവഹിതം ദൈവത്തിൻ്റെ ജനത്തിലേക്കും അത് ഇറക്കാൻ വേണ്ടിയാണ്. നമുക്ക് തിരിച്ച് വെളിപാടിലേക്ക് പോവാം. വെളിപാടിൻ്റെ 10-ാം അധ്യായത്തിൽ അപ്പം അതിൻ്റെ 11 വായിക്കാം. അപ്പം ഇത് 10 മുതൽ വായിച്ചോളൂ. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി ഭക്ഷിച്ചു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വയർ കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കേട്ടോ, വീണ്ടും അവിടെ തന്നെ വന്ന് എത്തി. ആരോടൊക്കെയാണ് ഇനി പ്രവചിക്കാൻ പോകുന്നത്? അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും അവരെക്കുറിച്ച് ഇനിയും പ്രവചിക്കാൻ വേണ്ടിയാണ് യോഹന്നാനോട് അത് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ജാതികളിൽ നിന്നും, എല്ലാ വംശത്തിൽ നിന്നും, എല്ലാ ഭാഷയിൽ നിന്നും ഒരു ജനം വരുന്നതായിട്ട് നമ്മൾ വായിച്ചു അല്ലേ? അപ്പോൾ അതിന് മുമ്പാണ് ഇത് നടക്കുന്നത്. ആക്ച്വലി ആ ജനം വരുന്നതിന് മുമ്പാണ് അവരോട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, പ്രവചിക്കേണ്ട കാര്യങ്ങളാണ് യോഹന്നാൻ ആക്ച്വലി ഇവിടെ കഴിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് പോകാം. 11-ാം അധ്യായം നമുക്ക് ഒന്നുകൂടി വായിക്കാം. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ പരുക്കൻ വസ്ത്രം ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളും 2 നിലവിളക്കുകളും ആകുന്നു. മതി. നമുക്ക് ആദ്യം ഇവിടെ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് കാണാൻ പോകുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ആലയവും, 2 സാക്ഷികളും. അപ്പോൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു അധ്യായം തുടങ്ങുന്നത് ഭൂമിയിൽ വെച്ചാണെങ്കിലും അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. ഇതിൻ്റെ സമയം ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 70 ആണ്ട് നമ്മൾ ഓർമ്മയുണ്ടോ? 70th വീക്ക് ഓഫ് ഡാനിയൽ, അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഹാഫിൽ നമുക്ക് അറിയാം എതിർ ക്രിസ്തു എണിച്ച് നിൽക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ട്രിബുലേഷനുമാണ്. അതിൻ്റെ ആദ്യത്തെ ഹാഫ്, ആദ്യത്തെ 3.5 വർഷം, നമുക്ക് ഓർമ്മയുണ്ടോ? 7 വർഷം, അത് 3.5 വർഷം ഒരു സമാധാനം ഉണ്ടാവും. ആ സമയത്താണ് ആലയം പണിയുന്നത്. കാരണം ഈ ആലയം പണിയണം എന്ന് പറയുന്നത് കാരണം ഇത് അളക്കണമെങ്കിൽ അവിടെ ഒരു ആലയം ഉണ്ടായിരിക്കണം. ഇന്ന് യെരുശലേമിൽ ദൈവത്തിൻ്റെ ആലയം ഇല്ല. ഇവിടെ അളക്കാൻ പറയുമ്പോൾ അത് ഓൾറെഡി പണിത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ എപ്പോഴൊക്കെ ദൈവം തൻ്റെ പ്രവാചകനോടോ ദൂതന്മാരോടോ അത് അളക്കാൻ പറയുന്നു, അത് വരാനിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ഒരു മുന്നോടിയാണ്. അവർക്ക് ഒരു ദേശത്ത് ആ ഇസ്രായേൽ ജനത്തിനും ആ ദേശത്തിനും വരാൻ പോകുന്ന നാശത്തിൻ്റെ ഒരു മുന്നോടിയാണ് പലപ്പോഴും ദൈവം അളക്കാൻ പറയുന്നത്. അല്ലാതെ ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയല്ല. നമ്മുടെ സ്ഥലമൊക്കെ ഇടയ്ക്ക് നമ്മൾ അളന്ന് നോക്കുമല്ലോ, അത് അവിടെ തന്നെ ഉണ്ടോ ഇല്ല എന്ന് നോക്കുന്ന പോലെയുള്ള സംഭവമേ അല്ല. ദൈവത്തിൻ്റെ ആലയം അളക്കാൻ പറയുന്നെങ്കിൽ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അത് അളക്കാൻ പറയുന്നുണ്ട് അല്ലേ? അത് എന്തൊക്കെയാണ് അളക്കാൻ പറയുന്നത്? ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അപ്പം ഇത് അളക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഒരു വലിയൊരു ന്യായവിധി കൊണ്ടുവരാൻ പോവുകയാണ്. ആ ദേശത്ത് വലിയൊരു ഡിസ്ട്രക്ഷൻ വരാൻ പോവുകയാണ്. അതിനുള്ള മുന്നോടിയാണ് ഈ അളക്കുന്നത്. ഈ അളക്കുന്നത് എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന ഒരു മെഷറിംഗ് റോഡ് അല്ലെ, ഒരു ദണ്ട് പോലെ ഒരു കോൽ, അതിൽ അതിൻ്റെ ഹീബ്രു ഷെവത്ത് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് തന്നെയാണ് ദൈവം ഒരു അയൺ റോഡ് ഇട്ട് ഈ നേഷൻസിനെ അടിക്കുമെന്ന് പറയുന്ന, രാജ്യങ്ങളെ അടിക്കുമെന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ്. അതൊരു അയൺ റോഡ്, ഇരുമ്പ് വടി എന്നാണ് പറയുന്നത്. അത് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ആ തല്ലാൻ പോകുന്ന ആ വടി, അത് തന്നെയായിരിക്കാം അളക്കാൻ ഒരു പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഒരു കാര്യം അളക്കണ്ട എന്ന് പറയുന്നുണ്ട് അല്ലേ, അത് ആലയത്തിന് പുറത്തുള്ള ഔട്ടർ കോർട്ടിലുള്ള പ്രാകാരം അളക്കാതെ വിടാൻ പറയുന്നുണ്ട്. അത് കാരണം അത് തൽക്കാലം ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. എത്ര നാൾ? 42 മാസം. 42 മാസം എന്ന് പറയുന്നത് എത്ര നാളാണ്? 3.5 കൊല്ലം. 3.5 കൊല്ലം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതായത് വിശുദ്ധ സ്ഥലമല്ല, അതിവിശുദ്ധ സ്ഥലമല്ല, അതൊന്നും ജാതികൾക്ക് കൊടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ വെളിയിൽ ഔട്ടർ കോട്ട് അത് ജാതികൾ ചവിട്ടും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു യഹൂദനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വേദനാജനക ഒരു കാര്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ആരാധിക്കുന്ന അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ പെട്ടകം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലം വേറൊരു വ്യക്തിയോ വേറൊരു കാൽപാദം അവിടെ ചവിട്ടുന്നത് അവർക്ക് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷേ ദൈവത്തിന് തൻ്റെ വിശുദ്ധ സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിന് അറിയാം. അതൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തൻ്റെ വിശുദ്ധ സ്ഥലം അത് ദൈവം മറച്ചിരിക്കും. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യന് മനസ്സിലാകാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവം അത് മറയ്ക്കും. അതുകൊണ്ടാണ് അവർക്ക് അറിയാമെന്നെങ്കിൽ അവർ ചവിട്ടിയേനെ. അവർക്കത് അറിയാൻ വഴിയില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള ഭാഗമേ അവർ ചവിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കുന്നത്, അപ്പോൾ ദൈവത്തിൻ്റെ ആലയം മാറ്റിക്കഴിഞ്ഞാൽ ഈ പലപ്പോഴും നമ്മൾ എസെക്കിയേലിൻ്റെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അറിയാം, ജഡ്ജ്മെൻ്റ് എപ്പോഴും, ന്യായവിധി എപ്പോഴും തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് തന്നെയാണ്. തൻ്റെ പുരോഹിതന്മാരും തൻ്റെ ആളുകളിൽ തന്നെയാണ് ആദ്യം, തന്നോട് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തന്നെയാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. കാരണം അവരിൽ നിന്നാണ് ഒരുപക്ഷെ പാപത്തിൻ്റെ വലിയൊരു ഭാഗം അവർ കണ്ണടച്ച് വെക്കുന്നതുകൊണ്ടാണ് ആ ദേശവും അതിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ പാപത്തിൻ്റെ വലിയൊരു ഭാഗം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് തന്നെ, അതായത് 3 കാര്യമാണ് പുരോഹിതന്മാർ ചെയ്യേണ്ടത്. ഒരു പുരോഹിതൻ ചെയ്യേണ്ടത്, ആലയത്തിൽ നിൽക്കുന്ന പുരോഹിതൻ ചെയ്യേണ്ടത്, 1 തൻ്റെ ആലയത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, 2 മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ജനത്തിനെ വചനം പഠിപ്പിക്കുക എന്നുള്ളത്, 3 അവരെ മറ്റുള്ളവരെ ലീഡ് ചെയ്യുക എന്നുള്ളത്. അവരാണ് ആരാധന ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ജനത്തിന് അവർ കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് കാണിച്ചു കൊടുക്കുന്നതിന് പകരം അവർ തന്നെ അതേ മ്ലേച്ഛതകളും അതേ പാപത്തിലും അവരും കിടന്ന് ചെയ്യുമ്പോൾ ദൈവം ആദ്യം തല്ലു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇവിടെയും അത് തന്നെ നമുക്ക് കാണാം. ഇവിടെ പക്ഷേ വേറൊരു 2 സാക്ഷികൾ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു യോശുവയുടെ പുസ്തകത്തിലും 2 സ്പൈസ്, അവർ ആക്ച്വലി സ്പൈ ആണെങ്കിൽ അവർ 2 വിറ്റ്നസ് എന്ന് തന്നെ പറയാം, അവർ പോകുന്നുണ്ട് അല്ലേ. അവർ പോയി ചില കാര്യങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ യോശുവയുടെ പുസ്തകം ഞാൻ പറഞ്ഞു വെളിപാടുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അവിടെയും ഈ 2ന്റെ കണക്ക് നമുക്കറിയാം. എന്തിനാണ് ഈ 2ന്റെ കണക്ക്? ദൈവത്തിൻ്റെ വചനം ആ ലോ കൺഫേം ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം കൺഫേം ചെയ്യണമെങ്കിൽ മിനിമം 2 പേരുടെ സാക്ഷ്യം വേണം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് കാര്യം പറയുമ്പോഴും ഒരാൾ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വീകരിക്കരുതെന്ന് 2 3 പേരോ സാക്ഷ്യം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കാര്യത്തിൻ്റെ മുന്നോടിയായിട്ട് ഈ 2 സാക്ഷി ദൈവവചനം പറയുവാനും അവർക്ക് ഇവരൊരു പ്രത്യേക ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത് അല്ലേ. ഒരു സാക്ക് ക്ലോത്ത് ആണ് അവർ പറയുന്നത്. മലയാളത്തിൽ അതിന് രട്ട് ഉടുത്ത് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അവർ ന്യായവിധിയെക്കുറിച്ചാണ്. എന്താണ് പറഞ്ഞോ? പരുക്കൻ വസ്ത്രം. അതായത് ഇത് ഭയങ്കര ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷകരമായ കാര്യം പറയാനൊന്നല്ല പോകുന്നത്. ദൈവജനത്തിനും അവിടെ ഈ ദൈവത്തിനെതിരെ നിൽക്കുന്ന സകല രാജ്യങ്ങൾക്കും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയാൻ ദൈവം 2 പേരെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ എത്ര നാളാണ് ചെയ്യാൻ പോകുന്നത്? 1210 ദിവസം പ്രവചിക്കും. അത് എത്ര ദിവസമാണ്? അത് 3.5 കൊല്ലമാണ് അല്ലേ. 1000 കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? 1260. അത് 3.5 കൊല്ലമാണ്. അപ്പോൾ 3.5 കൊല്ലം ഇവരെ ആർക്കും തടയാൻ കഴിയില്ല. അപ്പോൾ പക്ഷെ ഇവർക്ക് ഒരു വിശേഷണം പറയുന്നുണ്ട്. ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇത് എവിടെയെങ്കിലും വായിച്ചു കേട്ടിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇത് സെറുബാബേലും, ഒരു മിനിറ്റ്, ആരെയോ മൈക്ക് വീണ്ടും, ഇത് സെറുബാബേലും യോശുവ എന്ന ഹൈപ്രീസ്റ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവർ 2 പേരല്ല ഇത്.
യോശുവയും ഹൈ പ്രീസ്റ്റും അല്ല ഇതല്ല എന്ന് പറയാൻ താഴെ പറയുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട് പറയുന്നുണ്ട് അല്ലേ. കാരണം ഈ രണ്ട് വിറ്റ്നസ് എന്ന് പറയുന്ന ഒന്ന് നമ്മൾ പരമ്പരാഗതമായി തിയോളജിയൻസ് സമ്മതിക്കുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ ഒന്ന് എലൈജയാണ്, രണ്ട് മോസസ് ആണെന്നുള്ളതാണ്. എലൈജയുടെ കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ ഇല്ല, കാരണം ആ വിശേഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ മോശയുടെ കാര്യത്തിൽ ചിലർക്ക് ചെറിയ സംശയങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പം ഈ 3.5 കൊല്ലം ആർക്കും ഇവരെ തടഞ്ഞു നിർത്തുവാൻ പറ്റത്തില്ല. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്താൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അതായത് ജീവനോടെ ഇരിക്കത്തില്ല ഇവരോട് എതിർക്കുന്നവൻ അത്രയും. അപ്പം ഇവർ അസാധ്യമായ 2 സാക്ഷികളാണ്. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വേണം ആകാശം അടച്ചു കളയാൻ അവർക്ക് അധികാരമുണ്ട്. ഇത് നമുക്കറിയാം, ഇത് എലൈജയ്ക്കുണ്ടായിരുന്നു അല്ലേ. എലൈജ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു, വീണ്ടും എലൈജ പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗം തുറന്ന് മഴ ലഭിക്കുന്നത്. അപ്പോൾ അത് എലൈജയ്ക്കുണ്ട് നമുക്കറിയാം. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പാനും അധികാരമുണ്ട്. അത് നമുക്കറിയാം, മോശയ്ക്ക് അധികാരമുണ്ടായിരുന്നു അല്ലേ. മോശ മിസ്രൈമിൽ വെള്ളത്തെ രക്തമാക്കുന്നുണ്ട്, പിന്നെ ബാധകൾ ഏൽക്കുന്നുണ്ട്. ഈ ബാധകൾ വളരെയേറെ ഈജിപ്തിനെ ബാധിച്ചു അല്ലേ. അത് അവർക്ക് വളരെ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇച്ഛിക്കുമ്പോഴൊക്കെ അവർക്ക് തോന്നുമ്പോഴൊക്കെ അവർക്കത് ചെയ്യുവാനുള്ള അധികാരം കൊടുത്തത്. ദേ ആർ റിയലി പവർഫുൾ അല്ലേ. അപ്പോൾ അവരെ കൊണ്ട് ആക്ച്വലി എല്ലാവരും സഹിയിടും. കാരണം ഈ 3.5 കൊല്ലം ഇവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അവർക്ക് തികയ്ക്കാനൊരു സമയമുണ്ടായി. അതായത് എലൈജയ്ക്ക് തൻ്റെ മിനിസ്ട്രി പൂർണ്ണമാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പാണ് ദൈവം എലൈജയെ എടുക്കുന്നത്. 2 മോശയുടെ ആക്ച്വലി മിനിസ്ട്രി പൂർണ്ണമാക്കാൻ പറ്റിയില്ല അല്ലേ. ഒരു പാറയിൽ 2 വട്ടം അടിച്ചതിൻ്റെ പേരിലാണ് അത് നിന്ന് പോകുന്നത്. കനാൻ ദേശം കയറുവാൻ പറ്റിയില്ല. അപ്പോൾ എലൈജയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. മോശ മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് പലർക്കും ഈ 2ാമത്തെ വിറ്റ്നസ് എന്ന് പറയുന്നത് ഈനോക്കാന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഈനോക്കിന് ഇങ്ങനൊരു കഴിവുള്ളതായിട്ട് എങ്ങും പറയുന്നില്ല. ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈനോക്ക് ഒരു യഹൂദനാണെന്ന് പോലും പല പുസ്തകത്തിൽ ശരിക്കും അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് 2 സാക്ഷികൾ യഹൂദനായിരിക്കണം. പക്ഷേ ഈ വെള്ളത്തെ രക്തമാക്കുവാനും പിന്നെ ഈ പ്ലേഗിനെ വിടുവാൻ, സകല ബാധകളെ ഇച്ഛിക്കുന്നവരെ വിടാൻ അധികാരമുള്ളത് മോശയ്ക്കാണ് എന്ന് നമുക്കറിയാം അല്ലെ. ഇത് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനുള്ള വേഴ്സസ് നമുക്കറിയാം. പക്ഷേ ഈ 2 വിറ്റ്നസ്സസ് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അപ്പോൾ ഇവർ മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഇത് വീണ്ടും പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് അവരുമായി സംസാരിക്കുന്നത് അവർ കണ്ടു. അപ്പം മോശയും ഏലിയാവ് തന്നെയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അവർക്ക് മനസ്സിലായി മോശയും ഏലിയാവാണ് അവിടെ വന്നത്. അതായത് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സംസാരിച്ച 2 പേരാണ്. ആക്ച്വലി ഒരു സ്റ്റാഫ് മീറ്റിംഗ് പോലെ ആയിരുന്നു. അവർ വന്നിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതറിയുവാൻ പത്രോസിന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കൊന്ന് അതുകൊണ്ടാണ് പുള്ളി ടെൻ്റ് അടിച്ചു കൊടുക്കാം എന്ന് പറയുന്നത്. കാരണം ടെൻ്റ് അടിക്കുമ്പോൾ അവരുടെ ഡിസ്കഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. വളരെ കൗതുകമുള്ള ആളായിരുന്നു പത്രോസിന്. അത് പക്ഷേ അങ്ങോട്ട് ഏറ്റില്ല. കാരണം അങ്ങോട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. എന്തിനാണ് മോശയും എലൈജയും വന്നത്? ഒരു പക്ഷേ ഈ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പറയുവാനും അവരിനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ആ മലയിൽ യേശുക്രിസ്തുവിനോട് സംസാരിച്ചത്. ഇനി വരാനിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അവരുടെ ഭാഗങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ അവർ വളരെയേറെ ഡിസ്കസ് ചെയ്ത് കാണും. എന്നാൽ നമുക്കത് ഊഹിക്കാനേ കഴിയുള്ളൂ അവരെന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവിടെ വെച്ച് നിന്നോ? ഇല്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും 2 സാക്ഷികളുണ്ടായിരുന്നു. പലരും അത് ഏഞ്ചൽസ് എന്നാണ് എപ്പോഴും പറയുന്നത്. അത് ഏഞ്ചൽസ് അല്ല. കാരണം ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യം. അതിനെക്കുറിച്ച് അവർ ഉത്കണ്ഠാകുലരായപ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അരികിൽ നിൽക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവരിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
മുൻപ് ഗലീലയിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 2 ദൂതന്മാരാണോ അതോ 2 പുരുഷന്മാരെന്നാണോ ഇരിക്കുന്നത്? 2 പുരുഷന്മാർ. പക്ഷെ പലയിടത്തും വരച്ച് വെച്ചിരിക്കുന്ന ദൂതന്മാരാണ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മൾ ദൂതൻ എന്നാണ് കരുതുന്നത്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു അത് പുരുഷനല്ല, അല്ല ദൂതനല്ല, പക്ഷെ പുരുഷനാണ്. അവരെന്താണ് ധരിച്ചിരിക്കുന്നത്? ഒരു പ്രത്യേക വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. തിളങ്ങുന്ന വസ്ത്രം, അല്ലേ? മിന്നുന്ന ഒരു വസ്ത്രം, വളരെ തിളക്കമുള്ള ഒരു വസ്ത്രമാണ് ഇവർ രണ്ടുപേരും. എൻ്റെ രൂപമാണെങ്കിൽ അത് മോശയും എലൈജയും തന്നെയായിരിക്കണം. അപ്പം തൻ്റെ ആ ട്രാൻസ്ഫിഗറേഷൻ, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ അവരുണ്ടായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരുന്നു. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. അസെൻഷൻ, യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ. നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള അപ്പോസ്തലപ്രവൃത്തികൾ. ഇത് പറഞ്ഞപ്പോൾ അവർ കാണെ അവൻ സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം അവനെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു. അവൻ പോകുമ്പോൾ അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്നവർ പറഞ്ഞു. അപ്പോൾ അവിടെ വീണ്ടും യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അവിടെ 2 പേര് അവിടെ ഉണ്ട് അപ്പോഴും, അല്ലേ? 2 പുരുഷന്മാർ. അപ്പോൾ ഇത് 3 വട്ടം ഈ 2 സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലേ? ഭൂമിയിൽ വെച്ച് 1 ട്രാൻസ്ഫിഗറേഷൻ, ആ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ വെച്ച്, 2 ഉയർത്തെഴുന്നേൽപ്പ് സമയത്ത്, 3 സ്വർഗാരോഹണ സമയത്ത്. ഈ 3 സമയത്തും ഇവർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പലരും ഈനോക്കെന്ന് പറയുമെങ്കിലും ഇവിടെ നമുക്ക് വായിച്ചു വരുമ്പോൾ അത് എലൈജയും മോശയും തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവരുടെ ദൈവം ഉദ്ദേശിക്കുന്ന അവരുടെ ശുശ്രൂഷ ചെയ്ത് തീരാതെ ഒരു മനുഷ്യനും അവരെ തൊടുവാൻ സാധ്യമല്ല. അവർക്ക് അസാധ്യമായ ഒരു ശക്തികളാണ് ദൈവം ഈ 2 തൻ്റെ സാക്ഷികൾക്ക് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തിനും ഈ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷ തീരുന്നത് വരെ ദൈവം അവരെ കാൽക്കും. നമുക്ക് ഓരോരുത്തർക്കും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുവാൻ ഇറങ്ങി തുനിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ തീർച്ചയായും ഉണ്ടാവും. നമ്മൾ ആ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ 2 സാക്ഷികൾ ലോകത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. നമുക്ക് തുറന്ന് താഴെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാത്തവണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സൊദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവങ്ങൾ കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവങ്ങൾ 3.5 ദിവസം കാണും. അവരുടെ ശവങ്ങൾ കല്ലറയിൽ വയ്ക്കുവാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3 ദിവസം കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാലൂന്നി നിന്നു. തീർന്നു. ഇവർ കയറി വരുവിൻ, എൻ സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേര് മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. മതി. അതായത് ഈ രണ്ട് ദൂതന്മാർ, അല്ലെ 2 സാക്ഷികൾ, അവർ 3.5 വർഷത്തിന് ശേഷം അവർ എന്താണ് സംഭവിക്കുന്നത്? ഒരു മൃഗം വന്ന് അവരോട്
പോരാടുകയാണ്. അവരെ പടവെട്ടി ആ മൃഗം അവരെ ജയിക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്യുന്നു. അപ്പം അവരെവിടെയാണ്? എന്നിട്ട് അവരുടെ ശവശരീരം അവരെ അടക്കുന്നില്ല. ലോകം മൊത്തം അത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ന്യൂസ് ചാനലും അത് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ 3.5 ദിവസം അവർ അടക്കുവാൻ വേണ്ടി അവരെ അനുവദിച്ചില്ല. ഇത് പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. അവരെ നാണം കെടുത്താൻ വേണ്ടി അവരുടെ ശവങ്ങളെ അടക്കാതെ അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്മസിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ടല്ലേ. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ ഈ 2 വ്യക്തികൾ മരിച്ചത് കേട്ടിട്ട് അറിഞ്ഞിട്ട് അവർക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവർ ആനന്ദിച്ച് എല്ലാ ദിവസവും ടി വിയിൽ നോക്കുമ്പോൾ അവർ ശവശരീരം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ 3.5 ദിവസം കഴിയുമ്പോൾ ഇവർ 2 വ്യക്തികളും എണ്ണിച്ച് നിൽക്കുകയാണ്. ഇതൊരു ഭയാനകമായൊരു സീനായിരിക്കും അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ടി വി കൂടെ നമ്മൾ മരിച്ചു കിടക്കുന്ന 2 വ്യക്തികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൈവ് അറിയാമല്ലോ. ഇവിടെ ചെറിയൊരു കാര്യം സംഭവിച്ചാൽ മതി, അതിൻ്റെ ലൈവ് വിവരണം ഒരു 5 ദിവസം പോവും. അത് എങ്ങനെയെങ്കിലും TRP കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. അപ്പം ഇതും ലൈവ് വിവരണം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. റിപ്പോർട്ടേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കാണും. ആ സമയത്ത് ഇവർ 2 പേരും ചാടി എണ്ണിക്കുന്ന ഒരു സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകം വിറയ്ക്കുന്ന ഒരു നിമിഷമാണത്. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവർ സംഭവിക്കുകയാണ് അല്ലേ. അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തോ, ഇവർ ശരിക്കും ലോകത്തെ ദണ്ഡിപ്പിച്ചു തന്നെയാണ് പറയുന്നത്. ബാധകളെ ഇറക്കി, മഴയില്ല, അത് ഇവരെ കൊണ്ട് സഹി കിട്ടും ലോകം. ഇവരെ വേറെ ഒരു വിധത്തിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ മൃഗം വന്ന് ഇവർക്ക് വേണ്ടി ജയം കൈവരിച്ചു കൊടുത്തത്. പക്ഷേ അത് അധികം നേരം ഒന്നും നിന്നില്ല. എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ശ്വാസം അവരുടെ മേൽ വീഴുകയും അവർ കാണുക നേരെ കയറി പോവുകയാണ്. അപ്പോൾ ഇവരെ കയറി വരുന്ന ഇവിടെ ഒരു മഹാശബ്ദം അവർ കേൾക്കുന്നുണ്ട് അല്ലേ. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ, വീണ്ടും കണ്ടോ ഒരു മേഘം വരുന്നത് കണ്ടോ? ദൈവത്തിൻ്റെ ജനത്തിനും ദൈവത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഈ മേഘങ്ങളിൽ. ഒരു വലിയൊരു കഥയുണ്ട്. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അതായത് കുഞ്ചിതരായി എന്ന് വേണം പറയാം. കൂടെ അവർ ഞെട്ടി പരവേശം. ഇനി എന്ത് ചെയ്യണം? വെറുതെ കാശും പോയി ഗിഫ്റ്റും കൊടുത്ത് ആവശ്യമില്ലാത്ത പരിപാടിയെല്ലാം ചെയ്ത് എല്ലാം കൂടെ ഞെട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നില്ല. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. നമ്മൾ ഇതുവരെ കേട്ട് 3-1 ഉള്ള കണക്കുള്ളതായിരുന്നു. 10-1 അത് എപ്പോഴും യഹോവയ്ക്കുള്ളൊരു ഭാഗമാണ് അല്ലേ. 10-1 1/10 എപ്പോഴും യഹോവയ്ക്കുള്ളൊരു ഭാഗമാണ്. പക്ഷെ ഇവിടെ 10-1 ഇടിഞ്ഞ് വീഴുകയാണ്. പക്ഷേ ഇവിടെ വീഴുന്നതിൽ ഒരു നമ്പറും പറയുന്നുണ്ട്. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ഈ 7000 കണക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ എലൈജയെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ, എലൈജ ഈ ആഹാബിനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ജെസബേൽ പക്ഷേ കുലുങ്ങാതെ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ തട്ടുമെന്ന് പറയുമ്പോൾ എലീശ അത് പതുക്കെ അവിടെ നിന്ന് ഓടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാലിനെതിരെ നിൽക്കുവാനും, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഞാൻ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ, തൻ്റെ ദാസന്മാരിൽ പ്രവാചകന്മാരിൽ എല്ലാം ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നൊരു നമ്പറുണ്ട്, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേര് ഉണ്ട് എന്ന് അല്ലേ. അപ്പോൾ ഈ 7000 പേര് വീണ്ടും ഇവിടെ ഒരു 7000 പേരുണ്ട്. പക്ഷെ ഇവർ 7000 പേര് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യുക. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 10-1 എന്നൊരു കണക്ക് പറയുന്നു. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നും വെറുതെ എഴുതത്തില്ല. ഒരു സംഖ്യയോ ഒരു ചെറിയ ഡീറ്റെയിൽ പോലും വെറുതെ എഴുതാറില്ല. അപ്പോൾ ഇവിടെ 10-1 വീഴുന്നു, 7000 പേര് മരിച്ചു പോകുന്നു. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3ാമത്തെ കഷ്ടം വേഗം വരുന്നു. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അവസാനത്തെ 3 കാഹളങ്ങൾ 3 കഷ്ടങ്ങളാണ്. 3 woes. അത് മനുഷ്യനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കറിയാം. മറ്റേതെല്ലാം മനുഷ്യനെ ആദ്യത്തെ 4 എണ്ണം
മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലായിരുന്നു. പക്ഷെ അവസാനത്തെ 3 ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് 3 കഷ്ടങ്ങളെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ 15 മുതൽ താഴെയുള്ളത് വരെ വായിക്കാം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ആയിരിക്കുന്നവനും ആയിരുന്നവനുമായുള്ളോവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിക്കുവാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാൻ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലവും വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. അപ്പൊ ഇവിടെ ഈ ഭൂകമ്പം നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് സംഭവിക്കുന്നത് ഈ 15 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അതായത് ഈ ലോകസിംഹാസനങ്ങൾ ദൈവത്തിനടിയിൽ വന്നിട്ടില്ലായിരുന്നു. അത് ഇപ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ദൈവമാരാണ്? പിശാചാണ്. അത് നമ്മുടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ദൈ കിങ്ഡം കം ദൈ വിൽ ബി ഡൺ, നിന്റെ ഹിതം നടക്കണമേ, നിന്റെ രാജ്യം വരയണമേ, അല്ലേ? അതായത് രാജ്യം വന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ വെളിപാടിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ഈ വാക്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ലോകത്തിലെ, അതായത് ദൈവം തൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെയെല്ലാം ഒറ്റയടിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇതുവരെ ദൈവം പല ഇടപെടലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തൻ്റെ ആവശ്യങ്ങളും തൻ്റെ ജനത്തിനും വേണ്ടി പല ഇടപെടലുകൾ പല സമയത്തും പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ പൂർണ്ണമായി രാജ്യത്വം ഏറ്റെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും നമ്മുടെ അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അതായത് പിശാചിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഏതാണെന്നറിയാമോ? അതാണ് ഹെൽ. പലപ്പോഴും ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ നരകം എന്ന് പറയുന്നത് നമ്മുടെ പിശാചിൻ്റെ സിംഹാസനമാണ്, അവനാണ് അവിടെ വാഴുന്നത്. അങ്ങനെയല്ല. ഈ നരകം എന്ന് പറയുന്നത് പിശാചിനെ ഇടാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ അതേ പിശാചിൻ്റെ സ്വഭാവമുള്ള എല്ലാത്തിനും അവിടെ ഇടുമെങ്കിലും അത് ഒരുക്കി വെച്ചിരിക്കുന്നത് പിശാചിനെ ഇടുവാൻ വേണ്ടിയാണ്. ആ രാജ്യം ഭരിക്കുന്നത് പിശാചല്ല. അപ്പം ഈ ലോകരാജ്യത്വങ്ങളും കൂടി ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ അവനറിയാം അവനുള്ള സമയം വളരെ വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ലോക കാര്യങ്ങളും ദൈവവചനം വെച്ച് ബാക്കി നമുക്ക് അതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു പ്രിസൈസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഭാഗമുണ്ടെങ്കിൽ, പിശാചിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഭാഗമുണ്ടെങ്കിൽ അത് റാപ്ചറാണ്. നമ്മൾ എപ്പോഴാണ് ദൈവത്തിൻ്റെ ജനം എടുക്കപ്പെടുന്നെന്നുള്ളത് അത് അവന് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പിതാവിന് മാത്രമേ അത് അറിയത്തുള്ളൂ. അതായത് ഒരു എണ്ണം തികയാനുണ്ട്, അല്ലേ? ഒരു എണ്ണം തികയാനുണ്ട്. അത് എണ്ണം തികഞ്ഞാൽ ഉടനെ നമ്മൾ എടുക്കപ്പെടും. ആ എണ്ണം ഇപ്പോൾ ഒരു വലിയ മീറ്റിങ്ങിൽ അവസാനത്തെ 100 പേരാണ് രക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നടന്ന ഒരു മീറ്റിങ്ങിൽ ആ അവസാനത്തെ 100 തികഞ്ഞാൽ ഈ ബൈബിൾ സ്റ്റഡി തീരുന്നതിന് മുമ്പ് നമ്മൾ പോയിരിക്കും. ഇത് പിശാചിനെ അറിയത്തില്ല. അതായത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ ഒരു അറ്റാക്ക് പോലെ പോവുകയാണ്. കാരണം അവനറിയാം ആ എണ്ണം തികഞ്ഞാൽ തീർന്നു, അവൻ്റെ കളി കഴിഞ്ഞു, പിന്നെ ഒന്നും നടക്കാനില്ല. പിന്നെ ഉള്ളതെല്ലാം ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ്. അതിലൊന്നും ഒരു വള്ളിയോ പുള്ളിയോ അവനെ മാറ്റുവാൻ കഴിയില്ല. അവൻ്റെ സമയം കഴിഞ്ഞു. അവൻ ഇതുവരെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് നമ്മളിൽ നിന്ന് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ സാൽവേഷൻ അവൻ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല.
നമ്മുടെ രക്ഷ നമ്മളെ നിന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പിശാചിന് സാധിക്കുകയില്ല. പിശാചിന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയാണ്. നമ്മളെ വെറും ഒരു ദൈവരാജ്യത്തിന് ഉപയോഗശൂന്യരാക്കാൻ മാറ്റാൻ അവനെ കൊണ്ട് കഴിയും. നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കഴിയും. പക്ഷെ നമ്മളിൽ നിന്ന് നമ്മുടെ രക്ഷ എടുത്ത് മാറ്റുവാൻ അവന് കഴിവില്ല. രക്ഷയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം എന്നാണ് തികയുന്നതെന്ന് അവനും അറിയത്തില്ല. അതുകൊണ്ട് അവന് വലിയ ടെൻഷനിലാണ്. എവിടെ ദൈവത്തിൻ്റെ പരിപാടി വരുമ്പോഴും അവനത് എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏത് പ്രോഗ്രാമായാലും ഏത് ഇവൻ്റ് ആയാലും അവനെ എതിർക്കുവാനൊരു കാര്യമുണ്ട്. കാരണം ഇത് എന്നാണ് ഇതിൻ്റെ എണ്ണം തികയുന്നത്, അന്ന് അവൻ്റെ സമയം കഴിഞ്ഞു എന്ന് അവനറിയാം. അതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓൾട്ടർ കോൾ കൊടുക്കുന്നത്, ആ എണ്ണം തികയുവാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എണ്ണം തികഞ്ഞാൽ ഗുഡ് ബൈ ആൻഡ് ഐ വിൽ സീ യു ദെയർ അല്ലേ? നമ്മൾ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ 5 year പ്ലാനും 10 വർഷ അല്ലേ പ്ലാനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വില്ലയുടെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ടില്ല, വീട് പണി തീർന്നില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യഹോവയുടെ കാഹളം ഊതി നമുക്ക് പോകുവാൻ സമയമായി. ഒരുങ്ങിക്കഴിഞ്ഞോ നിങ്ങൾ? ഇതാണ് റിയാലിറ്റി. നമ്മൾ പോകുവാൻ ഇതവന് അറിയത്തില്ല. ഈ ദിവസം അവന് അറിയത്തില്ല. അതാർക്കും അറിയത്തില്ല. അതാണ് യേശുക്രിസ്തു പറയുന്നത്, എനിക്കറിയത്തില്ല, എൻ്റെ പിതാവ് എന്നോട് പറയും. അതാർക്കും അറിയത്തില്ല. അത് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ അവൻ അത് കണ്ടുപിടിക്കുകയും ചെയ്യും, അവനുള്ള ബാക്കി പണിയും ചെയ്യും. അത് അവനറിയത്തില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളോട് പറയേണ്ടത് എന്തുവാണ്? പ്രിയ സുഹൃത്തെ, ഇന്ന് ഞാൻ നിന്നെ കാണുന്നു, നാളെ എൻ്റെ കർത്താവ് വരുവാണെങ്കിൽ ഒരു പക്ഷേ എന്നെ കാണത്തില്ല കേട്ടോ. നീ എന്നെ തപ്പണ്ട, ഞാനിവിടെ കാണത്തില്ല. നിനക്ക് അവിടെ കയറണമെങ്കിൽ ഈ ക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചോ. നിനക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നു, നീ എൻ്റെ സുഹൃത്തായതുകൊണ്ടും നീ എൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒരു കാര്യം. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചോ, അവൻ്റെ രാജ്യം വരും, അവൻ്റെ കാഹളങ്ങൾ ഊതും, അവൻ നമ്മളെ വീണ്ടെടുക്കുവാൻ വരും, നമ്മൾ ആകാശത്തിൽ എടുക്കപ്പെടും, അവൻ്റെ വരവ് ഏറ്റവും അടുത്താറായി. നീ ഒരുങ്ങിയോ? ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ബിസിയല്ലേ? നമ്മൾ ഭയങ്കര ബിസിയാണ്. കാരണം നമുക്കിങ്ങനൊരു ചിന്തയേ ഇല്ല. നാളെ നമ്മൾ എടുക്കപ്പെടുന്നുള്ള പറ്റുവാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് മതി, ചെയ്യാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? ഇന്ന് എടുക്കപ്പെട്ടാൽ അത് അത്രയും നല്ലത്. അപ്പം ഇവിടെ ജാതികൾ വളരെ കോപിച്ചു, നിന്റെ കോപവും വന്നു. ദൈവത്തിനോട് മല്ലിടുന്ന ഈ ജാതികളെതിരെ ദൈവം ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും. അപ്പം എന്താണ്? ഒന്ന്, ന്യായം വിധിക്കുവാനും തൻ്റെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരിലും വലിയവരിലും പ്രതിഫലം കൊടുക്കുവാൻ. ആ പ്രതിഫലം നമ്മൾ പഠിച്ചു അല്ലേ? ആ 7 സഭകളിൽ വന്നപ്പോഴും നമ്മൾ ആ പ്രതിഫലത്തെക്കുറിച്ച് പഠിച്ചു. നമുക്ക് നിങ്ങളുടെ പ്രതിഫലം ഉറപ്പാക്കിയോ? നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലൊന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതാദ്യം ഉറപ്പാക്കുക. യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്നാണ് ആ സമയം. ദിസ് ഇസ് ദ ടൈം. ഈ ബൈബിൾ സ്റ്റഡി തീരുന്നതിന് മുമ്പ് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക. 2, പ്രതിഫലത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ പ്രതിഫലത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ ആ 7 സഭകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? അതിലേക്ക് ഏത് മെഡൽ വാങ്ങിക്കണമെന്നാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾ അതിനുവേണ്ടി ഓടി തുടങ്ങിയോ? അതിനുവേണ്ടി പ്രവർത്തിച്ച് തുടങ്ങിയോ? അപ്പോൾ ഇവിടെ പ്രതിഫലം കൊടുക്കുന്നു. ഒരു കൂട്ടർക്ക് ന്യായവിധിയും തൻ്റെ ജനത്തിന് പ്രതിഫലം കൊടുക്കുവാൻ കൊടുക്കുന്നു. പിന്നെ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനും ഉള്ള കാലവും വന്നിരിക്കുന്നു. ഇനിയും 19, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. അപ്പോൾ ഈ നിയമപ്പെട്ടകം പണ്ട് നഷ്ടപ്പെട്ടില്ല എന്നോ? നിയമപ്പെട്ടകം ഈ ഭൂമിയിലുള്ളത് സ്വർഗത്തിലിരിക്കുന്നതിൻ്റെ ഒരു മാതൃക മാത്രം. നമ്മൾ ഈ ആരാധിക്കുന്നതെല്ലാം സ്വർഗത്തിൽ നടക്കുന്നതിൻ്റെ ഒരു മാതൃക, ഒരു ഷാഡോ ആണ്. യഥാർത്ഥതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നതെല്ലാം കോപ്പി.
അവിടെ തുറന്നപ്പോൾ, അതായത് നമ്മൾ ഇവിടെ മാത്രം ചെയ്യുന്ന സാധനമല്ല, ഇവിടെ ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നതെല്ലാം അവിടെയാണ് റിയൽ തിങ്. അതായത് ഇവിടെ ചെയ്യുന്നതൊക്കെ എന്തുവാ? ഇറ്റ് ഈസ് എ ട്രയൽ റൺ. നമ്മളെ ട്രെയിനിങ് ചെയ്യുവാണ് യഥാർത്ഥ സ്ഥലത്ത് പോയി ആരാധിക്കുവാനും അവിടെ യഥാർത്ഥമായ സത്യത്തിലെ ആത്മാവിനും ദൈവത്തെ ആരാധിക്കുവാനുള്ള ട്രെയിനിങ് നടക്കുന്ന സ്ഥലമാണ് ഈ ഭൂമിയിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് അവിടെ ചെന്ന് ചെയ്യാനുള്ള കാര്യത്തിൻ്റെ ട്രെയിനിങ് ആണ്, എൻഡിങ് അല്ല. അപ്പോൾ ഇവിടെ വിശ്വസ്തയോടെ ചെയ്യുന്നവരെ അവിടെയും റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ദുഷ്ടത കാണിച്ചവനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യത്തേയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ കാണത്തില്ല എന്ന് പറയുന്നത്. വിശുദ്ധി ഇല്ലാതെ അങ്ങോട്ട് ഏരിയയിലോട്ട് കിടക്കാനേ പറ്റത്തില്ല. തൻ്റെ പ്രതിഫലം കിട്ടിയ ദാസന്മാർക്ക്, തൻ്റെ വിശ്വസ്തയോടെ നിന്ന തൻ്റെ പ്രവാചകന്മാർക്ക്, വിശുദ്ധിയോടെ തന്നെ ദൈവജനത്തിന് ദൈവം വിളിക്കും, വാ മക്കളെ, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടല്ലോ അത് ട്രയൽ റണ്ണായിരുന്നു. ഇനി യഥാർത്ഥ എൻ്റെ സന്തോഷത്തിൽ, എൻ്റെ റെസ്റ്റിലേക്ക്, എൻ്റെ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ കയറുക. അപ്പോഴാണ് നമ്മൾ കൈയടിച്ചല്ലേ, അപ്പോൾ നമ്മൾ കൈയടിക്കാൻ തുടങ്ങും. യെസ് ചെയ്തതൊക്കെ, ആ കണ്ണീരൊക്കെ അങ്ങ് കണ്ടിരുന്നു. വിശുദ്ധിയോടെ ഞാൻ നടന്നത് വേറെ ആരും കണ്ടില്ല, അത് അങ്ങ് കണ്ടിരുന്നു. എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടിരുന്നു. ഞാൻ വിശുദ്ധിയോടെ നടന്നത്, അനേകരെ ക്രിസ്തുവിലേക്ക് പറഞ്ഞത്, ദൈവവചനമായിട്ട് ഇരുന്നത്, എൻ്റെ ജീവിതത്തെ ഞാൻ ഒരുക്കിയതിന് ആ വെളിപാട് ഞാൻ വളരെ നെഞ്ചോട് ചേർത്ത് വെച്ച് പഠിച്ചപ്പോൾ, അത് മനസ്സിലാക്കി എൻ്റെ ജീവിതങ്ങളെ ഞാൻ മാറ്റിയപ്പോൾ, അതിന് നിങ്ങൾ റെഡിയായോ? കാരണം സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവിടെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം പറയാം. ഇന്ന് പെട്ടകം എവിടെയെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ സ്കോളേഴ്സ് പറയുന്ന എത്യോപ്യയിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു കൂട്ടർ ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലാണ് ആക്ച്വലി ദൈവം ഇരിക്കുന്നതായിട്ട് പറയുന്നത്. അല്ല, പെട്ടകം വേറെ, മേഴ്സി സീറ്റ് വേറെ. ഈ മേഴ്സി സീറ്റ് ഈ പെട്ടകത്തിൻ്റെ മേലോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ഈ മേഴ്സി സീറ്റിലാണ് ദൈവം ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തു വരുമ്പോൾ ഈ മേഴ്സി സീറ്റുമായിട്ട് കുറച്ച് പേര് ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്ത് കൊണ്ട് അവിടെ വെച്ചിട്ട് പറയും, രാജാവേ, നീ രാജാവായി വാഴുവാൻ ഇതാ നമ്മൾ ഒരുക്കി വെച്ചിരുന്ന, നീ നമുക്ക് ഏൽപ്പിച്ച ഇതാ കാര്യം, ഇവിടെ ഇരുന്നോളാൻ പറയും. ഈ ആർക്ക് ഓഫ് ദ കവനന്റ് എന്ന് കേട്ടിട്ടുണ്ട്, ആർക്കും ഉറപ്പില്ല. പക്ഷെ ഒരു അന്വേഷിച്ച് പോയവർ അവരൊരു സ്ഥലത്ത് വന്ന് എത്തുകയും അവിടെ അത് ഹെവിലി ഗാർഡഡായിട്ട് നിൽക്കുകയാണ്. അവർ ഒരു വ്യക്തിയും അതിൻ്റെ അകത്തോട്ട് കയറ്റിവിടുന്നില്ല. കാലാകാലങ്ങളായി അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ആക്ച്വലി അത് നോക്കി നടത്തുന്നവരെല്ലാം അവരുടെ കണ്ണുകൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് കാറ്ററാക്ട് പോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ സാധനത്തെ നോക്കുന്നവരുടെ കണ്ണെല്ലാം നഷ്ടപ്പെടാറുണ്ട്, അവരുടെ കാഴ്ച നഷ്ടപ്പെടാറുണ്ട്. എന്നാലും അവർ തലമുറകളായി അതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ, ആരാണ് ഈ സ്ത്രീ എന്ന് വായിച്ച് മനസ്സിലാക്കുക. അതാണ് 12-ാം അധ്യായം. ഇനി അങ്ങോട്ട് ബീസ്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസ്സുകളാണ്. എന്നാൽ ഈ സ്ത്രീ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. ആരാണ് ഈ സ്ത്രീ? അപ്പോൾ ഈ 12-ാം അധ്യായം നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ആരാണ് ഈ സ്ത്രീ. അപ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 12 and 13 വായിക്കുക. ഈ സ്ത്രീ ആരാന്ന് നിങ്ങൾ വായിക്കുക, പഠിക്കുക. നമുക്കത് അടുത്ത സെഷനിൽ നമുക്കത് വായിക്കാം. റൈറ്റ്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പ ഇന്ന് വന്ന അതിമനോഹരമായ ദിവസത്തിലായിട്ട് അങ്ങ് സ്തുതിക്കുന്നപ്പോൾ വി താങ്ക് യു മൈ ഫാദർ. അങ്ങയുടെ വചനം അത് നമ്മളിൽ ജീവൻ കൊണ്ടുവരുന്നപ്പോൾ അങ്ങയുടെ രാജ്യം വരുവാൻ, അങ്ങയുടെ കാഹളനാദം കേൾക്കുവാൻ ഇനി അധികം സമയമില്ല. നമ്മളെ തന്നെ ഒരുങ്ങിക്കൊള്ളുവാൻ അങ്ങയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം അങ്ങയുടെ സമയത്തിന് നടക്കും എന്ന് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ജീവൻ തന്ന ഈ യേശു ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിച്ച് അനുസരണയോടെ മുന്നോട്ട് നീങ്ങുവാൻ, സഭയോടും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് ഭംഗിയായിട്ട് ചെയ്ത് കർത്താവ് വരാനുള്ള സമയമായി ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ അപ്പ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കാര്യങ്ങൾ തരുന്നു. അവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ, അവരെ ജീവൻ്റെ വഴികളിലേക്ക് തിരിയട്ടെ അപ്പ. അങ്ങ് ഒരിക്കൽ കൂടെ എല്ലാവരെയും അങ്ങയുടെ കാര്യങ്ങൾ തരുന്നു.
We thank you, my Father. We give a thanks offering and a praise offering. In Jesus Christ, mighty and matchless name we pray.